ഒരു കാലത്ത് പ്രപഞ്ചത്തിന്റെ താളക്രമം നിയന്ത്രിക്കുന്നതിനിടെയോ അതോ ഭഗവാന്റെ തന്നെ ലീലാവിലാസത്തിലോ മഹാദേവന്റെ ദിവ്യമായ ത്രിശൂലം ഭൂമിയിൽ പതിച്ചു. അത് മഞ്ഞുമൂടിയ ഹിമവൽ സാനുക്കളിലെ ഘോര വനങ്ങളിൽ എവിടെയോ ആഴ്ന്നിറങ്ങി ലോകദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞുപോയി. പ്രപഞ്ചത്തിന്റെ സംഹാര, സൃഷ്ടി, സ്ഥിതി, താളങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആ ത്രിശൂലം അപ്രത്യക്ഷമായതിൽ മാതാ പാർവതി ആശങ്കയിലായി. തുടർന്ന് മാതാ പാർവതി മഹാദേവനോട് പറഞ്ഞു, നാഥ, പ്രപഞ്ച നാശത്തിന് പോലും കഴിവുള്ള ആ ദിവ്യായുധം അയോഗ്യരുടെ കൈകളിലെത്തിയാൽ അത് വലിയ വിപത്തുകൾക്ക് കാരണമാകില്ലേ? സർവ്വവും അറിയാവുന്ന മഹാദേവൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, വിഷമിക്കേണ്ടതില്ല. ത്രിശൂലത്തിന് അതിന്റെ യഥാർത്ഥ ഉടമയെ അറിയാം. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും അതിന്റെ യഥാർത്ഥ അവകാശിയല്ലാതെ മറ്റൊരാൾക്ക് അതിനെ നിയന്ത്രിക്കാനാവില്ല. കാലം വരുമ്പോൾ അത് എന്നിലേക്ക് തന്നെ തിരികെ എത്തും. നൂറ്റാണ്ടുകളും യുഗങ്ങളും കടന്നുപോയി. ഒരു നാൾ നിഷ്കളങ്കനായ ഒരു ആട്ടിടയൻ ഹിമാലയത്തിന്റെ ദുർഘടമായ താഴ്വരകളിൽ തന്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. പെട്ടെന്നൊരു പാറയിടുക്കിൽ നിന്ന് അസാധാരണമായ ഒരു പ്രകാശം വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൗതുകം പൂണ്ട അവൻ അവിടേക്ക് ചെന്നു. പാറയിടുക്കിൽ മറഞ്ഞു കിടക്കുന്ന എന്നാൽ പ്രകാശപൂരിതമായ ഒരു ലോകത്തുണ്ട്. അതിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന ദിവ്യപ്രകാശം വമിക്കുന്നുണ്ടായിരുന്നു. ഭയവും കൗതുകവും ഇടകലർന്ന മനസ്സോടെ അതെന്താണെന്നറിയാൻ അവൻ അതിനെ തൊടാനായി തന്റെ കൈ നീട്ടി. ആ നിമിഷം അവന്റെ വിരലുകൾ അതിനെ സ്പർശിക്കുന്നതിനു മുമ്പ് പ്രകാശം ഇടിമുഴക്കത്തോടെ പ്രകമ്പനം കൊണ്ടു. അവന്റെ മുന്നിൽ ജടാധാരിയും കഴുത്തിൽ സർപ്പവും ചന്ദ്രകല അണിഞ്ഞവനും തൃക്കണ്ണനുമായ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷനായി. ആ ദിവ്യരൂപം കണ്ട് സ്തംഭിച്ചുപോയ ആട്ടിടയനോട് ഭഗവാൻ മഹാദേവൻ അരുളി ചെയ്തു, നിന്റെ നിഷ്കളങ്കതയാണ് നിന്നെ ഈ ത്രിശൂലത്തിനരികിൽ എത്തിച്ചത്. എങ്കിലും ഈ മഹാശക്തിയെ വഹിക്കാൻ യോഗ്യതയുള്ള കരങ്ങളിൽ മാത്രമേ ഇത് വിശ്രമിക്കൂ. ഇത്രയും പറഞ്ഞതും ആ ത്രിശൂലം പാറയിടുക്കിൽ നിന്ന് തനിയെ വായുവിലേക്ക് ഉയർന്നു പൊങ്ങി ഒരു മിന്നൽ പിണർ പോലെ ഭഗവാന്റെ കരങ്ങളിലേക്ക് മടങ്ങിയെത്തി. ഈ പ്രപഞ്ച സത്യം നേരിൽ കണ്ട ആഘാതത്തിൽ ആ പാവം ആട്ടിടയൻ ബോധരഹിതനായി നിലം പതിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അവൻ കണ്ണു തുറന്നപ്പോൾ താൻ അനുഭവിച്ച ആ ദിവ്യ ശക്തിയുടെ പ്രഭാവത്തിൽ അവന്റെ തലമുടി മുഴുവൻ നരച്ചു വെളുത്തിരിക്കുന്നു. ഭഗവാന്റെ ദർശനം ലഭിച്ച ആ നിമിഷം മുതൽ അവന്റെ ജീവിതം മാറി മറിഞ്ഞു. ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ആ ആട്ടിടയൻ പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും മഹാനായ സന്യാസിമാരിൽ ഒരാളായി മാറിയെന്നും പറയപ്പെടുന്നു. എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ കഥ പ്രധാന പുരാണങ്ങളിലോ അല്ലെങ്കിൽ മറ്ററിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിലോ സാധാരണയായി കാണുന്ന ഒന്നല്ല. ഇത് മഹാദേവന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഒരു നാടോടി കഥയോ അല്ലെങ്കിൽ വാമൊഴിയായി കാണപ്പെടുന്ന ഒന്നാണ്. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഹർ ഹർ മഹാദേവ് ടൈപ്പ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.